മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ വീടടിച്ചു തകർക്കുകയും വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പേരെ കുട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഉമേനല്ലൂർ പേരയം പുത്തൻവിള വീട്ടിൽ ഷാഹുൽ ഹമീദിൻ്റെ വീടാണ് 4 അംഗ സംഘം അടിച്ചു തകർത്തത്. പേരയം തട്ടാരഴുകത്ത് വീട്ടിൽ 29 വയസ്സുള്ള അനസ്, ഉമേനല്ലൂർ പേരയം തട്ടാരഴുകത്ത് വീട്ടിൽ 25 വയസ്സുള്ള അജ്മൽ, 23 വയസ്സുള്ള ഷിഹാൻ, ഉമേനല്ലൂർ പേരയം കക്കാട്ട് പുത്തൻ വീട്ടിൽ 29 വയസ്സുള്ള ദിൽഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് ആക്രമണം ഉണ്ടായത്. മാരകായുധങ്ങളുമായി ഷാഹുൽ ഹമീദിൻ്റെ വീട്ടിലെത്തുകയും മുഹമ്മദ് ഷാഫിയെ പുറത്തിറക്കാൻ പറയുകയും ചെയ്തു. ഇത് ചെയ്യാതിരുന്നതിനെ തുടർന്ന് വീടിൻ്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയും മുഹമ്മദ് ഷാഫിയുടെ സഹോദരി രഹനയെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി പിൻവശത്തെ വാതിലിലൂടെ ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. സമീപവാസികൾ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. തുടർന്ന് അക്രമികൾ പോലീസിന് നേരെ തിരിയുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസുകാർ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചിനെ വിവരമറിയിക്കുകയും ചെയ്തു. അലക്സാണ്ടർ തങ്കച്ചിൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO പ്രദീപ് കുമാറും SI നിതിനിളനും അടങ്ങുന്ന കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. CPOമാരായ അരുൺ S, നൌഷാദ്, അരുൺകുമാർ, ഷംഭു, വിപിൻ, സാം മാർട്ടിൻ തുടങ്ങിയവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് പ്രതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ലഹരിക്കടിമകളായ പ്രതികൾ നേരത്തെ പേരയം യുവസംഗമം ക്ലബിന് മുന്നിൽ വെച്ച് മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചിരുന്നു. തുടർന്ന് പ്രതികളുടെ വീട്ടിൽ ആരോ അന്വേഷിച്ചെത്തുകയും ഇത് മുഹമ്മദ് ഷാഫിയാണ് ആളുകളെ പറഞ്ഞുവിട്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും ആക്രമണം നടത്തുകയുമായിരുന്നു. പ്രതികൾ വരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്നും കൊട്ടിയം പോലീസ് വൈകിട്ട് 3 അറിയിച്ചു. റൂമിൽ നിന്ന് ഹോളിലോട്ട് ഇറങ്ങിയതും വണ്ടി 2 ബൈക്കിനകത്തോട്ട് വന്ന് ഇറങ്ങി ഞാൻ കതക് പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവിടുന്ന് ചവിട്ടാൻ തുടങ്ങി. അപ്പം ചവിട്ടിയതിന് ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ സഹോദരനെ ഞാൻ ഇവർ കുത്തും, ഒരു കമ്പി കൊണ്ടുപോയി, എൻ്റെ കയ്യിലൊരു കമ്പിയും തടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കുത്തി കൊല്ലുമെന്നും പറഞ്ഞാൽ വന്നത്. ഈ ബഹളം കേട്ടിക്ക അടുക്കള വശം വഴി ഇറങ്ങി രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രതിരോധിച്ച് നിന്നെങ്കിലും ഇവർ ജനലെല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി ഇക്കാര്യത്തിരക്കിയപ്പോൾ കണ്ടില്ല. ആ ദേഷ്യത്തിന് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അടിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു.